بسم الله الرحمن الرحيم ويعبدون من دون الله ما لا ينفعهم ولا يضرهم وكان الكافر على ربه ظهيرا وما أرسلناك إلا مبشرا ونذيرا قل ما أسألكم عليه من أجر إلا من شاء أن يتخذ إلى ربه سبيلا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1217 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫുർഖാനിലെ 55 മുതൽ 57 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويعبدون من دون الله ما لا ينفعهم ولا يضرهم وكان الكافر على ربه ظهيرا وما أرسلناك إلا مبشرا ونذيرا قل ما أسألكم عليه من أجر إلا من شاء أن يتخذ إلى ربه سبيلا. صدق الله العلي العظيم. സൂറത്തുൽ ഫുർഖാനിലെ 85 മുതൽ 87 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടുവാൻ ഉപകരിക്കുന്ന പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ പലതും ചൂണ്ടിക്കാണിക്കപ്പെടുകയായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഫുർഖാനിലെ പിന്നിട്ട ഭാഗങ്ങളിൽ. ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു തരുന്നത്, മഴയ്ക്ക് മുന്നോടിയായി സന്തോഷ വാർത്തയുമായി കാറ്റ് എത്തുന്നത്, അള്ളാഹു ഉദ്ദേശിക്കുന്ന വിധത്തില് മഴയെ ദിശ തിരിച്ചുവിടുന്നത്, അതുപോലെ തന്നെ രണ്ട് സമുദ്രങ്ങള് വന്നു ചേർന്ന് ഒന്ന് ശുദ്ധജലമുള്ളതും മറ്റത് ഉപ്പുവെള്ളം അടങ്ങിയതുമായിട്ട് പോലും അവ പരസ്പരം കൂടിക്കലരാതെ അവയ്ക്കിടയിൽ ഒരു തടസ്സം സൃഷ്ടിച്ചു നിർത്തിയിരിക്കുന്നത്, അതുപോലെ വെള്ളത്തിൽ നിന്ന് മനുഷ്യവംശത്തിന്റെ തന്നെ സൃഷ്ടിപ്പ് നടത്തുകയും മനുഷ്യവംശത്തിന്റെ വളർച്ചയും നൈരന്തര്യവും ഒക്കെ തന്നെ തുടർച്ചയും ഒക്കെ തന്നെ രക്തബന്ധത്തിലൂടെയും വിവാഹബന്ധത്തിലൂടെയുമായി സംവിധാനിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ തന്നെ അള്ളാഹുവിന്റെ മഹത്തരമായ ദൃഷ്ടാന്തങ്ങളാണ്. അവയുടെയൊക്കെ സൂക്ഷ്മ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ എന്തിനും കഴിവുള്ള വക്കാന റബ്ബുക ഖദീറ എന്നാണ് ഇവിടെ പറയുന്നത്. നിന്റെ റബ്ബ് തീർച്ചയായിട്ടും എല്ലാറ്റിനും കഴിവുള്ളവനാണ്, ഖദീറാണ് എന്നാണ്. നിന്റെ റബ്ബ് ഇതിനൊക്കെയുള്ള നൈപുണ്യമുള്ളവനാണ്, സിദ്ധിയുള്ളവനാണ്, കഴിവുള്ളവനാണ് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഈ ദൃഷ്ടാന്തങ്ങളുടെ സൂക്ഷ്മ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ ഖുദ്റത്തുള്ള ഒരു സൃഷ്ടാവായ റബ്ബ് ഇതിന്റെ പുറകിലുണ്ട് എന്നത് മനുഷ്യൻ സമ്മതിക്കേണ്ടി വരും. ശാസ്ത്രാന്വേഷണങ്ങൾ നടത്തുന്നവരും ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരും പ്രപഞ്ച സംവിധാനത്തിന്റെ പുറകിലുള്ള ദൈവിക ശക്തിയെ, പടച്ച തമ്പുരാന്റെ അനിവാര്യതയെ ബോധ്യപ്പെട്ടുകൊണ്ട് അവന് വഴിപ്പെടുന്ന
എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് പറയുന്നത് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്നാണ്. നിശ്ചയമായിട്ടും അള്ളാഹുവിനോട് ഭക്തിയും ഭയപ്പാടും ഒക്കെ അനുഭവപ്പെടുന്നത് അവന്റെ അടിമകളുടെ കൂട്ടത്തില് ശാസ്ത്രജ്ഞാനമുള്ള ആളുകളാണ്, ജ്ഞാനം സിദ്ധിച്ചവരാണ് എന്നാണ്. ഒരിക്കലും തന്നെ മതജ്ഞാനം അല്ലെങ്കിൽ ആത്മീയ ജ്ഞാനം എന്നൊന്നും പരിമിതപ്പെടുത്താവുന്ന വിധത്തിലുള്ള ജ്ഞാനത്തെ കുറിച്ചല്ല അള്ളാഹുവോട് പരാമർശിക്കുന്നത്. ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ഇവിടെ ഒന്നിനു പുറകെ ഒന്നായിട്ട് നിരത്തി വെക്കുന്നത് മക്കയിലെ നിഷേധികളെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകളിൽ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത് ഇത്രയും യുക്തിഭദ്രവും ബുദ്ധിപൂർവകവുമായ കാര്യങ്ങള് ഇവരുടെ മുന്നിൽ സമർപ്പിക്കപ്പെട്ടതിന് ശേഷവും ഇവർ ഏറ്റവും ബുദ്ധിശൂന്യമായ ഒരു കാര്യം ചെയ്യുന്ന പ്രക്രിയയിൽ തന്നെയാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അതിന് വിശേഷിച്ച് പിൻബലമോ സ്വീകാര്യതയോ ബുദ്ധിപരമായ മാറ്റുരയ്ക്കലോ ഒന്നും ആവശ്യമില്ല അവരെ സംബന്ധിച്ചിടത്തോളം. അത്രയും അബദ്ധജടിലമായ, അത്രയും വലിയ ഭീമാബദ്ധം ചെയ്യുന്നതിന് അവർക്ക് യാതൊരു വൈമനസ്യവും ഇല്ല. എന്നാൽ അള്ളാഹുവിന്റെ ദൂതൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും യുക്തിഭദ്രമായ, ബുദ്ധിപൂർവകമായ, ശാസ്ത്രീയമായ, പ്രപഞ്ചത്തിലെ സകല പ്രതിഭാസങ്ങളുടെയും പിൻബലമുള്ള ജീവിത വീക്ഷണം അല്ലെങ്കിൽ ദർശനം, ആദർശം, അത് ഉൾക്കൊള്ളുന്നതിന് അവർക്ക് സന്നദ്ധതയേ ഇല്ല. ഇതാണ് അവരകപ്പെട്ടിരിക്കുന്ന അവസ്ഥയുടെ ഒരു പ്രത്യേകത. ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉഹും വലാ യദുർറുഹും. അള്ളാഹുവിന് പുറമെ ആയിട്ട് ഇവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് ആരെയാണ്? മാ ലാ യൻഫഉഹും വലാ യദുർറുഹും. അവർക്ക് ഒരു പ്രയോജനവും ചെയ്യാത്തവയെയും അവർക്ക് ഒരു ദ്രോഹവും ചെയ്യാത്തവയെയുമാണ്. സ്വന്തം നിലക്ക് ഒരു പ്രയോജനവും ഇവർക്കായിട്ട് ചെയ്യാൻ, എന്തെങ്കിലും സഹായം ചെയ്യാൻ ഇവർക്കൊന്നും സാധ്യമല്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ദ്രോഹം ചെയ്യാനും ഇവർക്ക് സാധ്യമല്ല. ഇവരെ നിങ്ങൾ ആരാധിച്ചു എന്നതിന്റെ പേരിൽ അവര് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്തു തരികയോ നിങ്ങൾക്ക് പ്രയോജനകരമായ വല്ലതും അനുവർത്തിക്കുകയോ ഒന്നും ചെയ്യില്ല. അതേപോലെ തന്നെ ഇവർക്ക് ആരാധനകൾ അർപ്പിച്ചില്ല എന്നതിന്റെ പേരിൽ അവര് നിങ്ങൾക്കെതിരിൽ എന്തെങ്കിലും, നിങ്ങളോട് വല്ല ദ്രോഹവും ചെയ്യുന്ന ഒരവസ്ഥയും ഉണ്ടാവുകയില്ല. എന്നിട്ട് അങ്ങനെയുള്ള വിഗ്രഹങ്ങളെയും അബദ്ധ ആശയങ്ങളെയുമാണ് ഇവര് തലയിലേറ്റുന്നത്, ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ബുദ്ധിയുടെ അടിസ്ഥാനത്തില്, യുക്തിയുടെ അടിസ്ഥാനത്തില്, ശാസ്ത്രബോധത്തിന്റെ അടിസ്ഥാനത്തില് തന്നെയാണോ ചെയ്യുന്നത് എന്നൊരു ചോദ്യം അതിലടങ്ങിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അള്ളാഹു മനുഷ്യരുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ദൃഷ്ടാന്തങ്ങൾ പോലെയുള്ള പ്രാപഞ്ചികമായ വല്ല ദൃഷ്ടാന്തങ്ങളും തെളിവും പിൻബലവും ഇവരുടെ ഈ ജീവിത ദർശനത്തിന്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടി ഇവര് സമർപ്പിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വരികയാണ്. അങ്ങനെ യാതൊരു തെളിവുമില്ലാതെ, യാതൊരു പിൻബലവുമില്ലാതെ, ബുദ്ധിപരമായ യാതൊരു അടിത്തറയും ഇല്ലാതെ ഈ ആളുകൾ അള്ളാഹു അല്ലാത്ത പലതിനെയും ആരാധിക്കുന്നവരായി മാറുന്നു. ഒരു ചോദ്യവുമില്ല, ഒരു അന്വേഷണവുമില്ല, ഒരു മാറ്റുരക്കലുമില്ല, യുക്തിഭദ്രമാണോ ശാസ്ത്രീയമാണോ എന്നൊന്നുള്ള യാതൊരു അന്വേഷണവും ഇല്ല. ഇത് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതിന്റെ കാര്യത്തിൽ മാത്രമല്ല, അള്ളാഹുവിനെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവുണ്ട് എന്ന കാര്യത്തിനെ നിഷേധിക്കുന്നതിലും ഇവർക്ക് പ്രത്യേകിച്ച് പിൻബലമോ ബുദ്ധിപരതയോ യുക്തിയോ ഒന്നുമില്ല.
അടിസ്ഥാനരഹിതമായ, ബുദ്ധിശൂന്യമായ, യുക്തിരഹിതമായ രീതിയിൽ തന്നെയാണ് ദൈവനിഷേധം നടത്തുന്ന ആളുകൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉഹും വലാ യദുർറുഹും. അല്ലാഹുവിന് പുറമെ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തവയെ അവര് ആരാധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നിട്ടോ അള്ളാഹു പറയുന്നത് വക്കാനൽ കാഫിറു അലാ റബ്ബിഹി ളഹീറ. നിഷേധി തന്റെ രക്ഷിതാവിനെതിരിൽ എല്ലാറ്റിനെയും സഹായിക്കുന്നവനായിട്ടാണ് നിലകൊള്ളുന്നത്. സത്യത്തിന് എതിരിൽ എന്തൊക്കെ സംരംഭങ്ങളുണ്ടോ, ആരൊക്കെ കൈകോർക്കുന്നുണ്ടോ അതിനോടൊപ്പം നിഷേധിയും ചെന്നു ചേരും. ദൈവവിരുദ്ധമായ എന്തൊക്കെയുണ്ടോ, ദൈവത്തിന് ഈ സാക്ഷാൽ പ്രപഞ്ച സൃഷ്ടാവായ ഇവന്റെ ദൈവത്തിനെതിരിൽ എന്തൊക്കെ ഉണ്ടാവൂ അതിലൊക്കെ കക്ഷി ചേരുകയാണ് നിഷേധി. വകാനൽ കാഫിറു അലാ റബ്ബിഹി ലഹീറ. ലഹീർ എന്ന് പറഞ്ഞാൽ സഹായിക്കുന്നവൻ, പിന്തുണക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. തന്റെ റബ്ബിനെതിരിലായിട്ട് ആർക്ക് വേണമെങ്കിലും എന്ത് സഹായവും ചെയ്യാൻ മടിയില്ലാത്തവനാണ് ഒരു നിഷേധി എന്ന് പറയുന്നത്. നമുക്കത് നമ്മുടെ കൺമുന്നിൽ തന്നെ പലപ്പോഴും കാണാൻ കഴിയുന്നതാണ്. നമ്മുടെ കേരള രാഷ്ട്രീയം ഒന്ന് വിലയിരുത്തിയാൽ തന്നെ കാണാൻ സാധിക്കും. സാക്ഷാൽ പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിന്റെ ആ റബ്ബിലുള്ള വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾക്കെതിരിൽ രാജ്യത്ത് ഏറ്റവും വലിയ ദ്രോഹം സൃഷ്ടിക്കുന്ന സംഘടിത രാഷ്ട്രീയ വിഭാഗങ്ങളോട് പോലും കൈകോർക്കുന്നതിന് രഹസ്യമായും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അവരെ സഹായിക്കുന്നതിന് ദൈവനിഷേധം ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾക്ക് യാതൊരു മടിയുമില്ല. സ്വന്തം സൃഷ്ടാവിന് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമല്ല, ആ സൃഷ്ടാവിനെതിരില് അവര് ആരെ വേണമെങ്കിലും സഹായിക്കാനും പിന്തുണക്കാനും സന്നദ്ധരാണ് താനും. ഇതാണ് ഒരു നിഷേധിയുടെ മനോഘടന, അല്ലെങ്കിൽ ഒരു നിഷേധിയുടെ നിലപാട് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. വകാനൽ കാഫിറു അലാ റബ്ബിഹി ലഹീറ. നിഷേധി തന്റെ നാഥനെതിരിൽ ആരെയും സഹായിക്കാൻ മുതിരുന്നവനാണ് എന്നാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വമാ അർസൽനാക ഇല്ലാ മുബശ്ശിറൻ വനദീറ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, നിഷേധിയുടെ വഴിക്ക് നീങ്ങും, പ്രവാചകരെ താങ്കൾ അതില് വെപ്രാളപ്പെടേണ്ടതില്ല. വമാ അർസൽനാക, താങ്കളെ നാം അയച്ചിട്ടില്ല, ഇല്ലാ മുബശ്ശിറൻ വനദീറ, സന്തോഷ വൃത്താന്തം നൽകുന്നവനായിട്ടും താക്കീതുകാരനായിട്ടുമല്ലാതെ. മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്. കേട്ട് അനുസരിക്കാൻ കൂട്ടാക്കാത്തവർക്കുള്ള മുന്നറിയിപ്പ്. കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സത്യം സ്വീകരിക്കാൻ സന്നദ്ധരായി നിലകൊള്ളുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കാനുള്ള മുബശ്ശിറുമാണ് താങ്കൾ. അല്ലാതെ കാഫിറായി നിലകൊള്ളാൻ തീരുമാനിച്ച ഒരാളെ, നിഷേധിയായിട്ട് ദൃഢചിത്തതയോടുകൂടി നിഷേധത്തിൽ കഴിയുന്ന ആളെ മുഖം തിരിച്ച് ഇങ്ങോട്ടാക്കി വെക്കുക, അയാളെ ഫോഴ്സ് ചെയ്യുക, അയാളെ നിർബന്ധിച്ച് സത്യമാർഗത്തിലേക്ക് കൊണ്ടുവരിക, ഇതൊന്നും താങ്കളെ ചുമതലപ്പെടുത്തിയ കാര്യമേ അല്ല. പല ആളുകളും ഇസ്ലാമിലേക്ക് നിർബന്ധ മതപരിവർത്തനം ചെയ്തു എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് കാണാം. വിശുദ്ധ ഖുർആനിലെ അള്ളാഹുവിന്റെ ദൂതനോട് അള്ളാഹു പറയുന്ന ഒരു വാചകാണ്, വമാ അർസൽനാക ഇല്ലാ മുബശ്ശിറൻ വനദീറ. സന്തോഷ വൃത്താന്തം അറിയിക്കുന്നവനായിട്ടും താക്കീത് നൽകുന്നവനായിട്ടുമാണ് താങ്കളെ അയച്ചിട്ടുള്ളത്. അതല്ലാത്ത മറ്റൊരു ഇടപെടലിനും താങ്കൾക്ക് അനുമതി നൽകപ്പെട്ടിട്ടില്ല. അപ്പോ വളരെ ക്ലിയർ ആണ് ഇസ്ലാമിന്റെ നിലപാട് ഇത് സംബന്ധമായത്. കാര്യങ്ങളെ ബുദ്ധിയും വിവേകവും വിലയിരുത്തി മനസ്സിലാക്കാനൊക്കെയുള്ള കഴിവുമുള്ള ആളുകളുടെ മുന്നിൽ യുക്തിഭദ്രമായ രീതിയിൽ
ഏറ്റവും ലളിതമായ ഉദാഹരണങ്ങളും വിശദീകരണങ്ങളും നൽകിക്കൊണ്ട് അവതരിപ്പിക്കുക എന്നതല്ലാത്ത ഒരു കാര്യവും ചെയ്യാൻ അള്ളാഹുവോട് ആവശ്യപ്പെടുന്നില്ല. അവർക്ക് സന്തോഷവൃത്താന്തം നൽകുക, ആവശ്യമായ താക്കീതും നൽകുക. തീരുമാനങ്ങൾ എടുക്കേണ്ടത് അവര് തന്നെയാണ്. അവരൊരു പക്ഷേ നിഷേധിയായിട്ട് അള്ളാഹുവിനെതിരില്, തങ്ങളുടെ റബ്ബിനെതിരില് ആരെയും സഹായിക്കാൻ ഒരുമ്പെടുന്നവനായി നിലക്കൊണ്ടു എന്ന് വരും. അങ്ങനെ നിലക്കൊള്ളുമ്പോ അവരെ നിർബന്ധിച്ച് സത്യമാർഗത്തിലേക്ക് കൊണ്ടുവരിക എന്നതൊന്നും താങ്കളെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമേ അല്ല. അതുകൊണ്ട് ഒരു പരിധി വിട്ട് താങ്കൾ ആ വിഷയത്തില് വൈകാരികതയോടുകൂടി ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. അപ്പോ അവരെ ആരെയും ഫോഴ്സ് ചെയ്യാൻ താങ്കളെ ചുമതലപ്പെടുത്തിയിട്ടില്ല. വമാ അർസൽനാക ഇല്ലാ മുബശ്ശിറൻ വനദീറ. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞേക്കാൻ വേണ്ടി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ്. ഫുൽ പ്രവാചകരെ അവരോട് പറയുക, മാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ. ഞാൻ നിങ്ങളോട് ഈ ദൗത്യം നിർവഹിക്കുന്നതിന്റെ പേരിൽ ഒരു പ്രതിഫലവും ചോദിച്ചിട്ടില്ല കേട്ടോ. ഒരു പ്രതിഫലവും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. മാ അസ്അലുക്കും അലൈഹി, ഇതിന്റെ പേരിൽ, ഈ വിശുദ്ധ ഖുർആനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് സന്തോഷ വാർത്തയും താക്കീതും നൽകുന്നു എന്നതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് ഒരു പ്രതിഫലവും പറ്റുന്നില്ല. ഒരു പ്രതിഫലവും നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല. ഇല്ലാ മൻ ശാഅ യത്തഖിദ ഇലാ റബ്ബിഹി സബീല. ഇത് മാത്രമാണ്, ഇതൊഴികെ വേറെ ഒന്നുമില്ല. എന്താണ് ആ ഒഴിച്ചു നിർത്തിയ കാര്യം? മൻ ശാഅ യത്തഖിദ ഇലാ റബ്ബിഹി സബീല. ആരെങ്കിലും തന്റെ നാഥന്റെ മാർഗത്തിലേക്ക് വഴി സ്വീകരിക്കുന്നുവെങ്കിൽ, തന്റെ നാഥനിലേക്ക് എത്തിച്ചേരുവാനുള്ള തൃപ്തിയോടുകൂടി, സന്തോഷത്തോടുകൂടി തന്റെ നാഥനിലേക്ക് എത്തിച്ചേരാനുള്ള വഴി ആരെങ്കിലും സ്വീകരിക്കുന്നുവെങ്കിൽ അതൊരു പ്രതിഫലം തന്നെയാണ് എന്നതല്ലാതെ. ചിലപ്പോ പറയാറുണ്ട്, ടീച്ചിങ് ഇറ്റ് സെൽഫ് ഈസ് എ റിവാർഡ്. അധ്യാപന വൃത്തി ചെയ്യാൻ അവസരം കിട്ടുക എന്നത് തന്നെ ഒരു പ്രതിഫലമാണ് എന്ന് ടീച്ചിങ് പ്രൊഫഷനെ കുറിച്ച് പറയാറുണ്ട്. കാരണം അതിൽ വലിയ ചാരിതാർത്ഥ്യം അധ്യാപന വൃത്തി ചെയ്യുന്നവർക്ക് ലഭിക്കുന്നുണ്ടാകും. വലിയ സന്തോഷവും ആനന്ദവും അധ്യാപന വൃത്തി ചെയ്യുന്നവർക്ക് ആ പ്രവൃത്തി ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ടീച്ചിങ് ഇറ്റ് സെൽഫ് ഈസ് എ റിവാർഡ് എന്ന് പലരും പറയാറുണ്ട്. അധ്യാപനത്തിന് അവസരം ലഭിക്കുന്നു എന്നത് തന്നെ ഒരു പ്രതിഫലമാണ് എന്നാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഞാൻ ഈ ദൗത്യം നിർവഹിക്കുന്നതിന്റെ പേരിൽ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും എനിക്ക് വല്ല പ്രതിഫലവും തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് ആഗ്രഹിച്ചുകൊണ്ടല്ല ഞാൻ ഇതിന് മുതിർന്നിട്ടുള്ളത്. മറിച്ച് രണ്ട് സാധ്യതകളുള്ളതിൽ നിങ്ങളിൽ ചിലരെങ്കിലും ഈ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്റെ രക്ഷിതാവിന്റെ ദിശയിലേക്ക് വഴി സ്വീകരിക്കുന്നു, മാർഗം സ്വീകരിക്കുന്നുവെങ്കിൽ, തന്റെ രക്ഷിതാവിന്റെ മാർഗം ഉൾക്കൊള്ളുന്നുവെങ്കിൽ അതാണ് എനിക്കുള്ള പ്രതിഫലം. നിങ്ങളിൽ ഒരാളെങ്കിലും സത്യമാർഗം സ്വീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പ്രതിഫലമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഈ ദൗത്യം നിർവഹിക്കുന്നതിന് വേറെ പ്രതിഫലമൊന്നും നിങ്ങളാരും എനിക്ക് തരേണ്ടതില്ല, ഞാൻ നിങ്ങളോട് ആരോടും ചോദിക്കുന്നുമില്ല. ഇങ്ങനെ ഒരു പ്രതിഫലം തീർച്ചയായിട്ടും ഇതിൽ അടങ്ങിയിട്ടുമുണ്ട്. നിങ്ങളിൽ ചിലരൊക്കെയെങ്കിലും സത്യം ഉൾക്കൊള്ളുന്നവരായി തന്റെ റബ്ബിന്റെ മാർഗത്തിൽ പ്രവേശിച്ചു എന്ന് വരാം. അങ്ങനെ തന്റെ റബ്ബിലേക്കുള്ള മാർഗം സ്വീകരിക്കുന്നവൻ തീർച്ചയായിട്ടും എനിക്ക് എന്റെ ഈ ദൗത്യ നിർവഹണത്തിനുള്ള പ്രതിഫലമായിട്ട് അനുഭവപ്പെടുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അവരോട് പറയാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുന്നു. പ്രവാചകർ അവരോട് ഇങ്ങനെ പറയുക, ലാ അസ്അലുക്കും മാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ. ഇക്കാര്യത്തിൽ ഇതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് പ്രതിഫലമൊന്നും ചോദിക്കുന്നില്ല. ഇല്ലാ മൻ ശാഅ യത്തഖിദ ഇലാ റബ്ബിഹി സബീല. ആരെങ്കിലും തന്റെ റബ്ബിന്റെ അടുക്കലേക്കുള്ള മാർഗം
സ്വീകരിക്കുന്നുവെങ്കിൽ അല്ലാതെ. അങ്ങനെ സ്വീകരിക്കുന്ന ആളുകൾ റബ്ബിലേക്ക് സന്തോഷപൂർവം എത്തിച്ചേരാനുള്ള വഴി ആരെങ്കിലും സ്വീകരിക്കുന്നുവെങ്കിൽ ആ ഒരു സംഗതി തീർച്ചയായിട്ടും ഒരു പ്രതിഫലമാണ് താനും. ഈ വിധത്തിലാണ് അവരോട് പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആവശ്യപ്പെടുന്നത്. ഇന്നത്തെ ഈ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫുർഖാനിലെ 55 മുതൽ 57 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. ചില ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചോദ്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് അതിനോടുള്ള പ്രതികരണങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നടത്താമെന്നാണ് വിചാരിക്കുന്നത്. ഒരു ചോദ്യം ഇങ്ങനെയാണ്: മിക്സ്ഡ് മാർഷ്യൽ ആർട്സ് എന്നറിയപ്പെടുന്ന ആയോധന കലകൾ, അതുപോലെ ബോക്സിംഗ് പോലെയുള്ളതൊക്കെ പ്രതിരോധ ആവശ്യത്തിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നത് ഇസ്ലാമിക ആദർശവുമായിട്ട്, ഇസ്ലാമിന്റെ തത്വങ്ങളുമായിട്ട് യോജിച്ചു പോകുമോ എന്നതാണ്. ഹദീസിലോ മറ്റോ വല്ല നിയമനിർദ്ദേശങ്ങളോ പിൻബലമോ ഇക്കാര്യത്തിനുണ്ടോ എന്നാണ് ചോദ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ആ ചോദ്യത്തിനുള്ള പ്രതികരണം തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് ഇത് സംബന്ധമായിട്ട് പറയാനുള്ളത്. തിന്മയെ പ്രതിരോധിക്കാൻ, അക്രമത്തെ തടയാൻ, നമ്മൾ തന്നെ അപകടപ്പെടുന്നതിന് പ്രതിരോധം തീർക്കാനൊക്കെ വേണ്ടിയാണ് സത്യവിശ്വാസികളോട് സജ്ജരായിരിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും നിർദ്ദേശിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ് സത്യവിശ്വാസികൾ. അവർക്കെതിരില് നീതിയുടെ ശത്രുക്കൾ, സത്യത്തിന്റെ ശത്രുക്കൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആത്മപ്രതിരോധത്തിന് വേണ്ടി എപ്പോഴും അവര് സജ്ജരായിരിക്കണം. അതേപോലെ തന്നെ സമൂഹത്തില് അക്രമവും അരാജകത്വവും അനീതിയും ഒക്കെ നടമാടുന്നുണ്ടാവും. അത് നമ്മുടെ കൺമുന്നിലും ഉണ്ടാവാം, കുറച്ച് അകലെയൊക്കെ ഉണ്ടാകാം. ഈ സാഹചര്യങ്ങളിൽ അക്രമത്തിനെതിരെ നിലകൊള്ളാൻ, അക്രമികളെ അമർച്ച ചെയ്യാൻ, ദുർബലരായ ആളുകളെ സംരക്ഷിക്കാൻ, അവരുടെ അവകാശങ്ങള് നേടിക്കൊടുക്കാൻ ഒക്കെ വേണ്ടി പ്രതിരോധം തീർക്കേണ്ടി വരും. ഈ രണ്ട് കാര്യങ്ങൾക്കാണ് സായുധമായ തന്നെ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും ഒക്കെ വിശ്വാസികൾ ആർജിക്കണമെന്ന് ഖുർആൻ നിർദ്ദേശിക്കുന്നത്. സൂറത്തുൽ അൻഫാലില് 60-ാമത്തെ ആയത്ത് കാണാം: വഅഅദ്ദു ലഹും മസ്തതഅതും മിൻ ഖുവ്വ. നിങ്ങൾ അവർക്കെതിരിൽ സാധിക്കുന്നിടത്തോളമുള്ള ശക്തി സംഭരിക്കണം. വമിൻ റിബാത്തിൽ ഖൈലി, അതുപോലെ നിങ്ങൾ കുതിരപ്പടയെ തയ്യാറാക്കണം. തുർഹിബൂന ബിഹി അദുവല്ലാഹ്, ശക്തമായ അശ്വഭടന്മാരുടെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ശത്രുക്കളെ ഭയപ്പെടുത്തി നിർത്തണം. വഅദുവക്കും, നിങ്ങളുടെ ശത്രുക്കളെയും. വാഖരീന മിൻ ദൂനിഹിം, അവരെ കൂടാതെ മറ്റു പലരും ഉണ്ടാകും നിങ്ങൾക്കെതിരിൽ ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന. അവരെയും ഭയപ്പെടുത്തി നിർത്താൻ നിങ്ങൾ എല്ലാവിധ ശക്തിയും സംഭരിക്കുകയും അശ്വഭടന്മാരെ തയ്യാറാക്കി നിർത്തുകയും വേണം. വആഖരീന മിൻ ദൂനിഹിം ലാ തഅലമൂനഹും, നിങ്ങൾക്ക് അവരെ കുറിച്ച് അറിയില്ല. ഇനിയും പ്രത്യക്ഷത്തിൽ വന്നിട്ടില്ലാത്ത, നിങ്ങൾക്കെതിരെ കരുനീക്കങ്ങൾ നടത്താൻ സാധ്യതയുള്ള നിങ്ങളുടെ ശത്രുക്കളെ, അള്ളാഹുവിന്റെ ശത്രുക്കളെ നിങ്ങൾ അറിയണമെന്നില്ല. അള്ളാഹു യഅലമുഹും, എന്നാൽ അള്ളാഹുവിന് അറിയാം അവരെ. അതുകൊണ്ട് നിങ്ങൾ അവർക്കെതിരിലുള്ള ശക്തി സംഭരിക്കലും അതുപോലെ ഒരുങ്ങി നിൽക്കലും അശ്വഭടന്മാരെ ഒരുക്കി നിർത്തലും ഒക്കെ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്നത്. വമാ തുൻഫിഖൂ മിൻ ഷൈഇൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ എന്ത് ചെലവഴിക്കുന്നുവെങ്കിലും യുവഫയിലേക്കും അത് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് നൽകപ്പെടും. വഅൻതും ലാ തുദ്ലമൂൻ, നിങ്ങളൊരു അക്രമത്തിനും അല്ലെങ്കിൽ അനീതിക്കും ഇരയാവുകയില്ല.
അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തില്, സത്യത്തിന്റെ മാർഗത്തില് നിലക്കൊള്ളുന്നവരുടെയും ദുർബലരായ മനുഷ്യരുടെയും കാര്യത്തിൽ നീതിക്ക് വേണ്ടി നിലക്കൊള്ളുന്ന സുസജ്ജമായ ഒരു സംഘമായിട്ട് വേണം സത്യവിശ്വാസികൾ നിലക്കൊള്ളാൻ എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ശക്തി സംഭരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. കായികമായ ശക്തി, ആയുധം കൊണ്ടുള്ള ശക്തി, എല്ലാ വിധത്തിലുമുള്ള ശക്തി സംഭരിച്ചുകൊണ്ടായിരിക്കണം മുസ്ലിം സമൂഹം നിലക്കൊള്ളേണ്ടത് എന്നതാണ് ഇവിടെ നൽകപ്പെടുന്ന നിർദ്ദേശം. ഒരു ഹദീസില് ഇങ്ങനെ കാണാം, അൽ മുഅ്മിനുൽ ഖവിയ്യ്, നല്ല ശക്തനായ ഒരു വിശ്വാസിയാണ് ഖൈറും മിൻ മുഅ്മിനിൻ ലഈഫിൻ, ദുർബലനായ ഒരു വിശ്വാസിയേക്കാൾ ഉത്തമനായത്. എണീറ്റ് നടക്കാൻ വയ്യാത്ത, ആരോഗ്യമില്ലാത്ത ഒരാൾ കണ്ണുരുട്ടുമ്പോഴേക്ക് മുട്ടുമടക്കി വീഴുന്ന വിധത്തിലുള്ള ഒരു ദുർബലനല്ല ഒരു വിശ്വാസി ആവേണ്ടത്. ഒരു നല്ല ശക്തനായ, എന്തിനേയും നേരിടാനുള്ള ആർജവവും തന്റെ ഇടവുമുള്ള, അള്ളാഹുവിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് ശക്തമായിട്ട് പ്രതിരോധിക്കാൻ, ആത്മപ്രതിരോധം തീർക്കാൻ കഴിയുന്ന ഒരു ഖവിയായ മുസ്ലിമാണ് ഒരു ദുർബലനായ വിശ്വാസിയേക്കാൾ ഉത്തമനായത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത്. കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോവേണ്ടതില്ല. ധാരാളം സൂചനകൾ വിശുദ്ധ ഖുർആനിൽ വേറെയും ഹദീസുകളിലും പല സൂചനകളും കാണാൻ സാധിക്കും. നീന്തൽ പഠിക്കുന്നതും അമ്പെയ്ത്ത് പഠിക്കുന്നതും കുതിര സവാരി പഠിക്കുന്നതും ആയോധന കലകൾ പഠിക്കുന്നതും ഒക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ ഹദീസുകളിൽ കാണാൻ സാധിക്കും. ആത്മപ്രതിരോധം എന്ന് മാത്രമല്ല, നമ്മുടെ മാത്രം പ്രതിരോധമല്ല, ദുർബലരായ, സ്വയം പ്രതിരോധിക്കാൻ കഴിയാത്ത ആളുകളും സമൂഹങ്ങളും ഒക്കെ തന്നെ ഈ വിധത്തിൽ സത്യവിശ്വാസികളുടെ പിന്തുണ ലഭിക്കേണ്ടവരാണ്. ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും തന്നെ അക്രമത്തിന് വേണ്ടി, ആരോടെങ്കിലും ദ്രോഹം ചെയ്യാൻ വേണ്ടി, അനീതിക്ക് വേണ്ടി, ആരുടെയെങ്കിലും സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിന് ഉള്ള അവകാശം ഹനിക്കുന്നതിന് വേണ്ടി പോരാടുന്നവനാകാൻ സത്യവിശ്വാസികൾക്ക് പാടുള്ളതല്ല. അക്രമത്തിന് വേണ്ടി ഒരു മുസ്ലിം കൈ ഉയർത്തുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പിന്തുണ അവനുണ്ടാവുകയില്ല. അള്ളാഹു അവനെതിരിലായിട്ടാണ് നിലകൊള്ളുക എന്നത് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്, ഹദീസുകളിലും കാണാൻ സാധിക്കും. വിശ്വാസി നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവനാണ്. അതുപോലെ ന്യായത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, അതുപോലെ നീതി നിഷേധിക്കുന്നവർക്ക് വേണ്ടി, നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടിയൊക്കെ നിലകൊള്ളുന്നവനാണ് സത്യവിശ്വാസി. അനീതിക്ക് വേണ്ടിയോ അക്രമത്തിന് വേണ്ടിയോ ഉള്ള പോരാട്ടങ്ങളിൽ, അനീതിപരമായിട്ടോ അക്രമപരമായിട്ടോ ഉള്ള പോരാട്ടങ്ങളിൽ സത്യവിശ്വാസികൾക്ക് യാതൊരു വിധത്തിലും പങ്കാളികളാകാൻ പാടുള്ളതല്ല. അതിലൊരു സംശയമില്ല. അത് ഒരു വ്യക്തിയായാലും സമൂഹമായാലും രാഷ്ട്രമായാലും അക്രമത്തിന് വേണ്ടി അല്ലെങ്കിൽ അക്രമപരമായ വിധത്തില് പോരാട്ടത്തിനോ അല്ലെങ്കിൽ ആയുധ പ്രയോഗത്തിനോ ഒന്നും ഇസ്ലാം അനുവാദം നൽകുന്നില്ല. വ്യക്തികളുടെ ആത്മപ്രതിരോധം, ദുർബലരായവരുടെ ആത്മപ്രതിരോധം, മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഒക്കെ ഇരയായിക്കൊണ്ടിരിക്കുന്ന സമൂഹങ്ങളെ അതിൽ നിന്ന് വിമോചിതരാക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിരോധം തീർക്കലും പോരാട്ടവും ഒക്കെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യം. അക്കാര്യം വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് മിക്സ്ഡ് മാർഷ്യൽ ആർട്സും ബോക്സിംഗും ഒക്കെ പോലെയുള്ള ആയോധന കലകൾ സ്വായത്തമാക്കുന്നത് ഏത് സാഹചര്യത്തിലും എല്ലാവർക്കും ഗുണകരമാണ്. അത് അനവസരത്തിലും തെറ്റായ വിധത്തിലും മുൻപിൻ വിചാരമില്ലാത്ത വിധത്തിലും പ്രയോഗിക്കരുത് എന്ന ഒരു ബോധം എല്ലാവർക്കും ഉണ്ടാവേണ്ടതുമുണ്ട്. അത് ഇത് എന്ന് മാത്രമല്ല, ആയോധന കല എന്ന് മാത്രമല്ല, കയ്യില് പോക്കറ്റിലിട്ട് നടക്കുന്ന ഒരു പേന ഉണ്ടെങ്കിൽ തന്നെ അത് അസ്ഥാനത്ത് അനവസരത്തില് തെറ്റായ വിധത്തില് അക്രമപരമായി ഒക്കെ പ്രയോഗിക്കാവുന്നതേ ഉള്ളൂ. ഒരാളുടെ കണ്ണിലേക്ക് ഒരു പേന എടുത്ത് അങ്ങ് കുത്തിയാൽ അത് അക്രമമായി മാറും. അതുകൊണ്ട് പേന പാടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇതേപോലെ തന്നെയാണ് ആയോധന കലയും അതുപോലെ ശാരീരിക ശേഷി വർദ്ധിപ്പിക്കുന്ന, പോരാടാനുള്ള കഴിവും ശക്തിയൊക്കെ ആർജിക്കുന്ന കാര്യങ്ങൾ.
അത് നീതിക്ക് വേണ്ടിയും സത്യത്തിന് വേണ്ടിയൊക്കെ വിനിയോഗിക്കുമ്പോൾ മാത്രമേ അത് ഇസ്ലാമികമാവുകയുള്ളൂ എന്ന് അതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു ചോദ്യം, ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ മുകളിലുള്ള ഒരു ആയത്തിൽ പരാമർശിക്കപ്പെടുകയുണ്ടായി. ആദ്, സമൂദ് പോലെയുള്ള സമൂഹങ്ങൾ പരാമർശിക്കപ്പെട്ടപ്പോൾ അത് സംബന്ധമായിട്ട് ഉന്നയിക്കപ്പെട്ട ചോദ്യമാണ്, ജോർദാൻ പ്രദേശങ്ങളിൽ ഈ ലൂത്ത് അലൈഹിസ്സലാമിന്റെ നാട്ടുകാരുടെ വാസസ്ഥലങ്ങളായിരുന്ന ആ പ്രദേശങ്ങൾ, ചാവുകടലിനടി അടിയിൽ ഉള്ള 2 പ്രദേശങ്ങളും പിന്നെ വെള്ളത്തിനടിയിലല്ലാത്ത സമീപ പ്രദേശങ്ങളും ഒക്കെ, ഈ പ്രദേശങ്ങളിൽ അവിടെയുള്ള ഉപ്പ്, മണ്ണ് പോലെയുള്ള സംഗതികളൊക്കെ ചില കാര്യങ്ങൾക്കുള്ള മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്, അതിന് തെറാപ്യൂട്ടിക് ആയ ബെനിഫിറ്റ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ചില ചർമ്മരോഗങ്ങൾക്ക്, വിശേഷിച്ച് സോറിയാസിസ് പോലെയുള്ള രോഗങ്ങൾക്ക് ഇവിടുത്തെ ഇത്തരം മണ്ണിലെ ലവണങ്ങളും ധാതുക്കളും ഒക്കെ ആളുകൾ കൊണ്ടുപോവുക, അത് പ്രയോജനപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാധ്യതയുണ്ടോ എന്നാണ് ചോദ്യം. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ ഒരു നാടല്ലേ അത്? അവിടെ ഇങ്ങനെ ഒരു പുണ്യം ഉണ്ടാകുന്ന ഒരു സാധ്യത ഉണ്ടാകൂ എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ എനിക്കറിയില്ല, അവിടെയുള്ള മണ്ണും അതുപോലെയുള്ള ധാതുക്കളും ഒക്കെ ആളുകൾ കൊണ്ടുപോകുന്നത് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ, അത് ഫലപ്രദമാണോ എന്നത്. ഇനി അങ്ങനെ അത് രോഗ നിവാരണത്തിന് അല്ലെങ്കിൽ ചികിത്സക്ക് പ്രയോജനകരമായി മാറുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ശിക്ഷ ഉണ്ടായ ഒരു നാട്ടില് അങ്ങനെ ഉണ്ടാകുമോ എന്ന ചോദ്യമാണെങ്കിൽ, അള്ളാഹു ഭൂമുഖത്തിന്റെ ഒരു ഇടവും വെറുതെ സൃഷ്ടിച്ചതല്ല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഭൂമുഖത്ത് ആകെയായിട്ട് അവൻ നിക്ഷേപിച്ചു വെച്ചിട്ടുമുണ്ട്. അതിൽ ചിലത് ഈ പ്രദേശങ്ങളിലാണ് എന്നത് ഒരു വൈരുദ്ധ്യമോ, അള്ളാഹുവിന്റെ ശിക്ഷാ നടപടികൾ ഉണ്ടായവരിടത്തുനിന്ന് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടാൻ പാടുണ്ടോ എന്നൊന്നുള്ള ആലോചനക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. ശിക്ഷ ഉണ്ടായിരുന്നത് ലൂത്ത് അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളാണ്. അതിനുശേഷം പിൽക്കാലത്ത് ആ നാടുകളിലോ പരിസരങ്ങളിലോ ഉള്ള ആളുകൾക്ക് അത് ബാധകമാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുന്നത് ശരിയല്ല. അതിന്റെ മുമ്പും ആളുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്, അതിന്റെ ശേഷവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പ്രളയം ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി നശിച്ചു പോയ ഗ്രാമങ്ങളിൽ കുറെ കാലം കഴിഞ്ഞ് ആളുകൾ വീണ്ടും താമസം തുടങ്ങൂല എന്നൊന്നും പറയാൻ വയ്യ. അവിടെയുള്ള ആളുകൾക്ക് മുമ്പുണ്ടായ പ്രകൃതി ദുരന്തത്തിന്റെയോ ദൈവിക നടപടികളുടെയോ കാരണത്താൽ അതിന്റെ എന്തെങ്കിലും പ്രയാസം നേരിടേണ്ടി വരും എന്നും നമ്മൾ അനുമാനിക്കുന്നതിൽ വലിയ കഴമ്പൊന്നുമില്ല. ചില താക്കീതുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ളത് അതിന്റെ വിശ്വാസപരമായ അതുപോലെ സാമൂഹ്യമായ പ്രാധാന്യം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയുള്ളതാണ് എന്ന് കാണാൻ കഴിയും. അപ്പോ ഈ ഭൂപ്രദേശത്തുള്ള മണ്ണിലും അവിടെയുള്ള ധാതുക്കളിലും ഒക്കെ ഇങ്ങനെ മെഡിസിനൽ വാല്യൂ ഉള്ളതായ വല്ലതും ഉണ്ട് എങ്കിൽ അത് ശാസ്ത്രീയമായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഉള്ളതായിട്ട് തന്നെ കാണുകയാണ് വേണ്ടത്. അതിന് തെറ്റൊന്നുമില്ല. അത് ലൂത്ത് അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായ ദൈവിക ശിക്ഷ കാരണമായിട്ടുണ്ടായതാണ് അത് എന്ന് അനുമാനിക്കാൻ നമ്മളുടെ കയ്യിൽ ശാസ്ത്രീയമായ വല്ല തെളിവും ഉണ്ടോ? അങ്ങനെ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അല്ലാഹു ആലം. എന്തായാലും ഇനി അങ്ങനെ ഉണ്ടായ ഒരു പരിവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ടായിട്ടുള്ളതെങ്കിൽ അതും അള്ളാഹുവിന്റെ മശീയത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് എന്ന് കരുതുകയേ വേണ്ടതുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു ചോദ്യം, ജലത്തിൽ നിന്ന്, ഇത് നമ്മുടെ ഗ്രൂപ്പിലെ SK എന്ന പ്രൊഫൈലിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ജലത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് ഏകകോശ ജീവികളാണ്. മനുഷ്യരിൽ എത്തിയത് പരിണാമ പ്രക്രിയയിലൂടെയാണ്. അപ്പോൾ പരിണാമത്തെ അംഗീകരിക്കണം. ഇത് ഇസ്ലാം ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. പരിണാമം എന്നത് ശാസ്ത്രത്തിന്റെ ഒരു അനുമാനമാണ്. ജീവിവർഗങ്ങൾ ഉണ്ടായി വന്നത് എങ്ങനെ എന്നതിനെ കുറിച്ച് ശാസ്ത്രം അവരുടെ നിരീക്ഷണങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു കഥ മെനഞ്ഞതാണ് പരിണാമം എന്നത്. അത് ശാസ്ത്രീയമല്ല, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതുമല്ല. അനുമാനങ്ങൾക്ക് ചില അടിത്തറകളും ചില നിദാനങ്ങളും ഒക്കെ അവർ കാണുന്നുണ്ട്. തെളിയിക്കപ്പെട്ട ശാസ്ത്രവുമുണ്ട്, അനുമാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ശാസ്ത്രവുമുണ്ട്.
ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് അനുമാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ശാസ്ത്രമാണ്. പരിണാമം എന്നത് തെളിയിക്കപ്പെട്ട ഒരു കാര്യമല്ല. ദൈവിക വ്യവസ്ഥയില് ഒരു സൃഷ്ടി മറ്റൊന്നായി പരിണമിച്ചുണ്ടാവേണ്ട ഒരു ആവശ്യമില്ല. കാരണം എല്ലാം പടച്ച തമ്പുരാന്റെ സൃഷ്ടിപ്പാണ് എന്നതുകൊണ്ട് തന്നെ ഇനി സൃഷ്ടി പ്രക്രിയക്ക് അള്ളാഹു പരിണാമം ഒരു മാധ്യമമായിട്ട് ഒരു രീതിയായിട്ട് ഉണ്ടാവുകയില്ലേ എന്നൊരു ചോദ്യത്തിന് ഒരു പ്രസക്തി ഉണ്ട്. അങ്ങനെ ചോദ്യമൊക്കെ നമുക്ക് ചോദിച്ചുകൊണ്ട് നടക്കാം. അങ്ങനെയുള്ള കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കത് മനസ്സിലാകുകയും ബോധ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ നൽകുന്ന വിശദീകരണങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ട് പഠന വിധേയമാക്കുമ്പോൾ അത് ശരിയാവാൻ ഇടയുണ്ടെങ്കിൽ നമുക്കത് ആലോചിക്കുകയും ചെയ്യാം. സൃഷ്ടിപ്പിന് അള്ളാഹു ചില മാധ്യമങ്ങൾ സ്വീകരിച്ചു എന്ന് പറയുന്നപ്പോ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു, വെള്ളം കൊണ്ട് സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതേപോലെ ചില മാധ്യമ അല്ലെ രീതിയായിട്ട് പരിണാമത്തെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. പക്ഷെ വിശുദ്ധ ഖുർആന്റെ സൂചനകളിൽ നിന്ന് അങ്ങനെ ഒരു സാധ്യത കാണാൻ പറ്റിയിട്ടില്ല. ശാസ്ത്രത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അത് വെറും കഥ മെനയലും മാത്രമാണ്, അനുമാനം മാത്രമാണ്. ചില അടിസ്ഥാനങ്ങളെ വെച്ചുകൊണ്ട്, ചില നിരീക്ഷണങ്ങളെ വെച്ചുകൊണ്ട് ശാസ്ത്രം അങ്ങ് അനുമാനിച്ചതാണ് പരിണാമം എന്ന കാര്യം. അത് ഇനിയും തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ തെളിയിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പൊ ജലത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു, അത് ഏകകോശ ജീവിയാണ്, മനുഷ്യൻ പരിണാമത്തിലൂടെയാണ് ഉണ്ടായത് എന്നാണ് ഇദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. തുടർന്ന് അദ്ദേഹം ഉന്നയിച്ച ഒരു കാര്യം, മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നും അള്ളാഹു പറയുന്നുണ്ടല്ലോ, ഇവിടെ ജലത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്നും പറയുന്നു. ഇതൊക്കെ പരസ്പര വിരുദ്ധമല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വിശുദ്ധ ഖുർആൻ പറയുന്ന ഈ കാര്യങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം എന്നത് കഴിഞ്ഞ ദിവസം ഞാൻ തഫ്സീർ എന്നൊരു പ്രയോഗം ഖുർആനിലുള്ളതിനെ മുൻനിർത്തിക്കൊണ്ട് പറയുകയുണ്ടായി. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുക. വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തും മറ്റു ആയത്തുകൾക്കുള്ള വിശദീകരണങ്ങളാണ്, വ്യാഖ്യാനമാണ്. അതുകൊണ്ട് ഒന്നിനെ ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ എന്താണോ പറ്റുന്നത് അതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം. എല്ലാ കാര്യങ്ങളും, ഒരു വിഷയത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് ഒരിടത്ത് പറയുന്ന ഒരു ശൈലിയിലല്ല ഖുർആനുള്ളത്. അത് ഈ കാര്യത്തിലും നല്ല ഒരു കാര്യത്തിലും അങ്ങനെയല്ല. ഇപ്പൊ മൂസ അലൈഹിസ്ലാമിന്റെ ഈജിപ്തിലെ അനുഭവങ്ങളെ വിശുദ്ധ ഖുർആനിൽ പലയിടത്തും പറയുന്നുണ്ട്, ഒറ്റയിടത്തല്ല പറയുന്നത്. ഒരിടത്ത് പറയുന്ന കാര്യം പൂർണ്ണമല്ല, വേറെ ഇടത്ത് പറയുന്നത് അതിന്റെ വിശദാംശങ്ങളായിരിക്കും. അങ്ങനെയൊക്കെയാണ് അത് നൽകപ്പെട്ടിട്ടുള്ളത്. അത് അള്ളാഹു സ്വീകരിച്ച ഒരു ശൈലിയാണ്. അതിന് അവന്റേതായ ചില ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും ഉണ്ട് താനും. സൃഷ്ടിപ്പിനെ കുറിച്ചും അങ്ങനെ തന്നെയാണ് അള്ളാഹു പരാമർശിച്ചിട്ടുള്ളത്. ജലത്തിൽ നിന്ന് ജീവന്റെ ഉൽപ്പത്തി ജലത്തിൽ നിന്നാണ്, ജീവനുള്ള എല്ലാറ്റിനെയും നാം സൃഷ്ടിച്ചിരിക്കുന്ന ജലത്തിൽ നിന്നാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച ആയത്തില് മനുഷ്യന്റെ സൃഷ്ടിപ്പ്, മനുഷ്യവംശത്തിന്റെ സൃഷ്ടിപ്പ് ജലത്തിൽ നിന്നാണ് എന്നും പറയുന്നുണ്ട്. ജലത്തിൽ നിന്ന് സൃഷ്ടിക്കുന്നത് മണ്ണിൽ നിന്നുള്ള സൃഷ്ടിക്കലിന് വിരുദ്ധമായ ഒരു കാര്യമല്ല. മണ്ണ് കൊണ്ടുള്ള ഒരു ആകാരം ഉണ്ടാക്കി അതിന് ജലത്തിന്റെ ചൈതന്യം നൽകിക്കൊണ്ട് അവനെ ഒരു സൃഷ്ടിപ്പാക്കി മാറ്റി എന്നേ അത് ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ടതുള്ളൂ. ജലം അതുപോലെ മണ്ണ്, ഇത് രണ്ടും മനുഷ്യന്റെ സൃഷ്ടിപ്പിന് പ്രയോജനകരമായ കാര്യങ്ങളാണ്. അതുകൊണ്ടൊന്നും മനുഷ്യൻ ഉണ്ടാവുന്നില്ല. ജലമായാലും അതുപോലെ മണ്ണായാലും അതില് ദിവ്യ ചൈതന്യം പകർന്നു നൽകപ്പെടുമ്പോഴാണ് ജീവൻ ഉണ്ടാവുന്നത്. അപ്പൊ ജീവനാണോ പ്രധാനം അതോ ഈ രൂപമാണോ പ്രധാനം? രൂപമാണ് പ്രധാനമെങ്കിൽ ജഡമായി കിടക്കുന്ന മരിച്ച ഒരാളുടെ ജഡം ഉണ്ടല്ലോ, അതിനെ നമ്മള് ജഡം എന്ന നിലക്ക് കാണുന്നതിന് പകരം ഒരു സൃഷ്ടി അല്ലെങ്കിൽ ഒരു ജീവിവർഗം എന്ന നിലക്ക് കാണേണ്ടി വരും. അങ്ങനെയല്ല, മണ്ണുണ്ട്, വെള്ളമുണ്ട്, കൂടാതെ ജീവൻ പകർന്നു നൽകപ്പെട്ടിട്ടുള്ള ഒരു ചൈതന്യവും അതില് നൽകപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് അത് മനസ്സിലാക്കേണ്ടത്. അതിൽ വൈരുദ്ധ്യമൊന്നുമില്ല. ഈ നിലക്കുള്ള കാര്യങ്ങളെ വൈരുദ്ധ്യമായിട്ട് കാണാൻ മുതിരുന്ന ഒരാൾക്ക് വിശുദ്ധ ഖുർആനില് വൈരുദ്ധ്യങ്ങളെ കാണാൻ സാധിക്കുകയുള്ളൂ. സൃഷ്ടിപ്പിനെ കുറിച്ച്, ആകാശങ്ങളെ, ഭൂമിയെ, പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളിൽ
ഒരുപാട് വൈരുദ്ധ്യങ്ങൾ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയും. പക്ഷെ അത് വിശുദ്ധ ഖുർആൻ വായിക്കുന്നതിന്റെ ഏറ്റവും അനിവാര്യമായ ഒരു ഡിസിപ്ലിൻ പഠിക്കാത്തത് കൊണ്ടും ഉൾക്കൊള്ളാത്തത് കൊണ്ടുമാണ് അത് വൈരുദ്ധ്യമായിട്ട് തോന്നുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ് ഞാൻ. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.